ഹായ് ഓൾ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് നമുക്കൊരു ചെറിയ പഴം കൊണ്ടൊന്ന് ഹലുവ ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇത് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് തന്നെ ഒരു ടേബിൾ സ്പൂൺ ഇട്ടാൽ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് മൂപ്പിച്ചിട്ട് ഒന്ന് വറുത്ത് കോരണം. ഇപ്പോൾ അണ്ടിപ്പരിപ്പൊക്കെ നന്നായി മൂത്തിട്ടുണ്ട്. ഇനി ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കാം. അതും നമുക്ക് വറുത്ത് കോരി വെക്കാം. ഇനി ഇതേ എണ്ണയിലേക്ക് ഞാനൊരു 12 ചെറിയ പഴം മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ഇനി ഇതൊന്ന് നന്നായിട്ടല്ല മിക്സായിട്ട് ഇരട്ടൊന്ന് ഇതിലേക്ക് ഞാനൊരു 4 കട്ട ശർക്കരൻ്റെ അച്ചില്ലേ, അതൊന്ന് ഉരുക്കിയിട്ട് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ സ്കോച്ചിൻ്റെ എസൻസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തന്നെ നമ്മൾ ഈ കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് ചെറിയ തീയിൽ കുറച്ച് നേരം നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇതിലേക്ക് നമ്മൾക്ക് വറുത്ത് കോരി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ അതിൽ കുറച്ച് മധുരത്തിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഏലക്കായ ചേർത്തിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയാണ്, അതൊരു ടേബിൾ സ്പൂൺ കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അതാ ഒരു പാത്രത്തിലേക്ക് നമ്മൾ വെളുത്ത എള്ള് ആണ് അതിലേക്ക് ഇട്ട് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ മിക്സൊക്കെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ആ പാത്രത്തിലേക്ക് ഞാനത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് ഉപയോഗിക്കാം.